ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു ശകലം വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അനാമികയുടെ ശല്യം അങ്ങ് സഹിക്കാതെ വരുമ്പോൾ നമ്മുടെ അനി അങ്ങ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. അത് കഴിയുമ്പോൾ അനി ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അനാമിക ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് തീർത്ത് പറയുമ്പോഴും നന്ദു ആണെങ്കിൽ അനിയെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം അനി അങ്കപ്പാടെ തകർന്നു പോവാണ്. അതോടുകൂടിയാണ് അനാമിക പറയുന്നത് കേട്ടോ, ഞാൻ ഡിവോഴ്സ് തന്നേക്കാന്ന്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അനാമികയോട്, അനാമികെ ഇനിയെങ്കിലും അനിയെ നീ വെറുതെ വിട്ടോ എന്നൊക്കെ പറയുകയാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി ഒരു ദിവസം രാവിലെ തന്നെ പോവാണ് കേട്ടോ പുറത്തേക്കൊന്ന്. ദേവയാനിക്ക് അനാമികയെ നല്ല സംശയമുണ്ട് എല്ലാ കാര്യത്തിലും. അനിയുടെ ജീവിതം തകർന്നെന്ന് തന്നെ ദേവയാനി വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ ദേവയാനി പുറത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അനാമികയെ കണ്ടുമുട്ടുകയാണ്. അനാമികയെ മാത്രമല്ല കേട്ടോ, അനാമികയുടെ കാമുകനെ കൂടിയാണ് കൂടെ കാണുന്നത്. അനാമികയാണെങ്കിൽ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു കാറിൽ കയറി പോകുന്നത് ദേവയാനി കാണുക. അപ്പോൾ ദേവയാനി വണ്ടിയിലിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇത് അനാമികയാണല്ലോ, ഇവളിത് എവിടെ പോവാണ്, ഇവളിപ്പം എങ്ങോട്ടാണ് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് പോന്നിട്ട് ഇത് ആരുടെ കാറിലാണ് ഈ കയറി പോകുന്നത് എന്നൊക്കെ ദേവയാനി വിചാരിക്കുക. അപ്പം ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ ഉണ്ട് കേട്ടോ ആദർശും നയനിയും അതുപോലെ അനിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ. അനാമിക അത്ര പന്തിയൊന്നുമല്ല, അനാമികയുടെ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ദേവയാനിക്ക് വരികയാണ്. അപ്പം ദേവയാനി വിചാരിക്കുകയാണ്, ഇതെന്തായാലും ആരാണ് അവളുടെ കൂടെയുള്ളതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ പോയാലും ശരിയാവില്ലല്ലോ. അനിയെ ചതിച്ചുകൊണ്ട് അങ്ങനെ ഒരാളുടെ കൂടെ അവൾ പോവുകയാണെങ്കിൽ ഇന്ന് അവളുടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചടുക്കും. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഒരു പെണ്ണിങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച ഡ്രൈവറോട് ദേവയാനി പറയാണ്, ദേ ആ കാറിൻ്റെ പുറകിലേക്ക് പൊക്കോ, ആ കാറിനെ ഫോളോ ചെയ്ത് പൊക്കോളാൻ പറയണം. അങ്ങനെ ആ കാറിനെ ഫോളോ ചെയ്ത് അവർ പോകുമ്പോൾ അനാമികയും ഫ്രണ്ടും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് കേട്ടോ നിർത്തുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയ ശേഷം രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പക്ഷേ പോകുന്ന പോക്കൊക്കെ കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് അതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അനാമികയുടെ തോളിൽ കൈയിട്ടാണ് കേട്ടോ കൂടെയുള്ള പയ്യൻ പോകുന്നത്. അനാമികയാണെങ്കിലും കയ്യിലൊക്കെ പിടിച്ച് ചിരിച്ച് കളിച്ച് ആകെപ്പാടെ ഭയങ്കര ഒരു ഇൻറ്റിമസി കാണുകയാണ്. അപ്പോൾ ദേവയാനിക്ക് തോന്നുന്നുണ്ട് ഇത് ശരി തന്നെയാണ്, ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് തെറ്റിദ്ധരിക്കും. അതായിരിക്കും അനിക്ക് സംഭവിച്ചത്. പല സ്ഥലത്ത് വെച്ചും അനി ഇവളെയും പലരുടെയും കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇതൊക്കെ ആയിരിക്കും. ഇതാരാണെന്ന് അറിയണം. എന്തായാലും ഇങ്ങനൊരു ചതി അനിയോട് അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് രണ്ട് വർത്തമാനം പറയണം എന്നൊക്കെ ദേവയാനി വിചാരിക്കുക. എന്നിട്ട് ദേവയാനി ആ വണ്ടി അവിടെ നിന്ന് നിർത്താൻ പറയാണ് ഡ്രൈവറോട്. വണ്ടി നിർത്തി കഴിയുമ്പോൾ ദേവയാനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ വരാം, ഇവിടെ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറയുക. എന്നിട്ട് ദേവയാനി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോഴാണെങ്കിൽ ഒരു സീറ്റിൽ രണ്ടുപേരും കൂടെ ചേർന്നിരുന്ന് ഓർഡറൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി അല്പം മാറി നിൽക്കുന്നുണ്ട്. മാറി നിന്ന് ഇവരുടെ പുറകിലായിട്ട് നിന്ന് ഇവരെന്താ സംസാരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്തായിരിക്കും ആരായിരിക്കും കൂടെ നിന്ന് ചെന്ന് നേരെ ചോദിക്കുന്നതിലും നല്ലത് അവർ സംസാരിക്കുന്നതൊന്ന് കേട്ടതിന് ശേഷം പോയാൽ മതിയെന്ന് ദേവയാനി വിചാരിക്കുക. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ഇവരിരുന്ന സീറ്റിൻ്റെ പുറകിലായിട്ടുള്ള സീറ്റിൽ തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ദേവയാനിയെ ഒട്ട് മുഖം കാണിക്കാത്തത് കൊണ്ട് തന്നെ അനാമിക കാണുന്നുമില്ല കേട്ടോ. അപ്പോൾ അനാമിക ആ പയ്യനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അനന്തപുരി ഞാൻ മടുത്ത്, ശരിക്കും പറഞ്ഞ ഒരു ജയിലാത്. അന്ന് ഏത് നിമിഷമാണോ ആ അനിയുടെ കൂടെ കൂടാൻ വേണ്ടി എനിക്ക് തോന്നിയത്, അന്ന് ആ പണവും എല്ലാം കണ്ട എൻ്റെ കണ്ണ് മഞ്ഞളിച്ച്, അതുകൊണ്ട് മാത്രം ഞാൻ അവൻ്റെ പുറകെ പോയത്. പിന്നെ നമ്മുടെ ബിസിനസ്സുകളൊക്കെ ശരിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ കുറേ പണം ആവശ്യമാണല്ലോ, അത് അനന്തപുരിയിൽ നിന്ന് വഹിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പോയതാ. അനി ഒരു പാർട്ട്ണറായിട്ട് ചുമ്മാ കൂടെ ഒരു പേരിന്, അത്രയും ഞാൻ അന്നും ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇന്ന് ഇതുപോലൊരു തലവേദനയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു മനസ്സമാധാനവും ഇല്ലാത്ത ജീവിതമാണെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ അന്നേ ഈ ലക്ഷ്യം ഇട്ട് തന്നെയാണല്ലോ പോയത്, അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം. എന്നിട്ട് എന്തെല്ലാം അടിച്ചു മാറ്റാൻ പറ്റി നിനക്ക്? അപ്പോൾ അനാമിക പറയുന്നുണ്ടോ, എന്ത് ചെയ്യാനാ, ആദ്യം കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടി, അത് ആ വല്യമ്മ തന്നതാ, ആദർശേട്ടൻ്റെ അമ്മ. അതാണെങ്കിൽ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൈ കൊടുത്തു വിറ്റ് കുറച്ച് കടങ്ങളൊക്കെ വീട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വർണ്ണമാലയും അടിച്ചു മാറ്റിയിട്ടുണ്ട്. പോരാത്തതിന് കുറച്ച് പണമൊക്കെ ഞാൻ അടിച്ചു മാറ്റി എന്നല്ലാതെ കാര്യമായിട്ട് എനിക്ക് അവിടെ നിന്നൊന്നും തടഞ്ഞിട്ടില്ല. പിന്നെ ഒരു 100 കൂട്ടം കള്ളത്തരങ്ങൾ എനിക്ക് അവിടെ പറയേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പം അയാൾ ചോദിക്കുക, കള്ളത്തരം തന്നെയല്ലേ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയൊക്കെ ജീവിതം, അപ്പോൾ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം.
പിന്നല്ലാതെ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കണ്ടേ? ഞങ്ങൾ എന്തോ വലിയ കുടുംബത്തിലെയാണ്, വലിയ ധനികരാണെന്നൊക്കെയാ അവർ വിചാരിച്ചിരിക്കുന്നത്. ആ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുത്ത കൈകളൊക്കെ ചെയ്തു. ടൗണിൻ്റെ നടുക്ക് കണ്ണായ പ്ലോട്ട് കൊണ്ട് കാണിച്ച് അത് വീട് വയ്ക്കാൻ വാങ്ങുകയാണെന്നും കോടിക്കണക്കിന് രൂപ കൊടുത്താൽ വാങ്ങുന്നതെന്നും ഒക്കെ കള്ളത്തരം പറഞ്ഞു. വിവാഹശേഷം പല ആഡംബരങ്ങളും കാണിച്ചു. ഒരു കാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് കൊടുത്തു. അത് മറ്റൊരാളുടെ അച്ഛൻ ഒപ്പിച്ചുകൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ പല കള്ളത്തരങ്ങളും. പിന്നെ അവിടെ ചില സാധനങ്ങളുണ്ട്, അവരെയൊക്കെ ഒതുക്കാൻ അതിലും വലിയ പാടായിരുന്നു. ഒരു നയനയും ഒരു നവ്യയും ആദർശിൻ്റെയും അതുപോലെ അബിയുടെയും ഭാര്യമാര്, അവരുമാരെ എന്നെ കുറേ അല്ല ഇട്ട് കളിപ്പിച്ചത്. നവ്യെന്ന് പറഞ്ഞവൾ ചൊറിഞ്ഞു ചൊറിഞ്ഞു കൊല്ലാൻ വന്ന സമയത്ത് അവളെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത്. അവളും അവളുടെ കുഞ്ഞും അങ്ങ് ഇല്ലാതാവട്ടെ എന്ന് വിചാരിച്ച്. അതാ വല്യമ്മ എടുത്തു കുടിച്ച് അവരാശുപത്രിയിൽ കിടന്ന് അനുഭവിച്ചത്. സാരില്ല, അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പം അന്ന് അവർ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുക. അന്ന് അവരെനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ഒരേ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ആ നയനയുടെ വാക്ക് കേട്ട് അവരാകെപ്പാടെ അങ്ങ് മാറിപ്പോയി. നയന, അവക്കിട്ട് എത്ര പണി കൊടുത്താലും അവൾ പഠിക്കില്ല. ഇപ്പോഴാണ് ആദർശേട്ടൻ എവിടുന്നോ ഉണ്ടായ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് വളർത്തുന്നുണ്ട്. അത് സ്വന്തം കുഞ്ഞാന്നും പറഞ്ഞ് അവിടെ അവൾ നിൽക്കുക. അവക്കും അനന്തപുരിയിലെ സ്വത്തുക്കളിൽ തന്നെയാണ് കണ്ണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആവില്ലല്ലോ. ഒരു ഗതിയില്ലാത്ത ഗോവിന്ദൻ്റെ 2 മക്കളും കോടീശ്വരന്മാരായ അനന്തപുരിയിലേക്ക് വരികയും മൂന്നാമത്തെ നന്ദു, അവളാണോ എനിക്ക് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരിയാ, നമ്മൾ അവളെ ഒതുക്കാൻ ഒരുപാട് നോക്കിയതല്ലേ, എന്നിട്ടൊന്നും സാധിച്ചില്ല. അവളിപ്പോൾ SI ആയിട്ട് SI കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കുള്ള പണി പാലും വെള്ളത്തി തരാൻ നോക്കി. അപ്പോൾ അനാമയ്ക്ക് പറയാം, അത് ശരിയാ, അവളെ കൊല്ലാൻ വേണ്ടി വരെ അച്ഛൻ കൊട്ടേഷൻ കൊടുത്തതാ. എന്നിട്ടും ഇരുട്ടടി അച്ഛനും അമ്മയും വാങ്ങിയതേ. അതെ, അവൾക്കൊരു ഒന്നും സംഭവിച്ചിട്ടില്ല. അവളെ കൂടി അനന്തപുരിയിലേക്ക് കയറ്റി വിടാൻ അവളുടെ ചേച്ചിമാരും മറ്റുള്ളവരും ഒക്കെ ശ്രമിക്കുന്നത്. ആ അനിയാണെങ്കിൽ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോഴും അവളില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. എനിക്കിട്ട് ഒരുപാട് പണി തന്നവളാ നന്ദു. അതുകൊണ്ട് അനിയും നന്ദുവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് പറയാം. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോഴും അനിയോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ അനി നന്ദുവിനെ കെട്ടുന്നതിൽ നിനക്കെത്ര എതിർപ്പ്? അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് ഒഴിഞ്ഞു കൊടുത്തൂടെ? അവൻ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്തെങ്കിലും ചെയ്തോളൂ അല്ലേ? അത് നടക്കില്ലടാ. എന്തായാലും ഞാനേ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്. അനിയെ ഉപേക്ഷിച്ചാലും വേറെ വിവാഹം കഴിച്ചാലും അനിയും നന്ദു ഒന്നിച്ച് ജീവിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും ഞാൻ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അനാമിക പറയാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അനിക്ക് ഡിവോഴ്സ് കൊടുക്കാത്തത്. അവൻ പലപ്പോഴായിട്ട് അത് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ് എങ്ങനെയെങ്കിലും പുരോഗമിപ്പിക്കണം. അനന്തപുരിയിലെ കുറേ സ്വത്തുക്കൾ കിട്ടിയിട്ട് വേണം എല്ലാം ഒന്ന് വിപുലപ്പെടുത്താനായിട്ട്. അനന്തപുരിയിലെ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും വലിയ ബിസിനസ് ആയിരിക്കണം നമ്മുടെ. അതിലൊക്കെ ഉയരങ്ങളിൽ പേരെടുത്ത് വെക്കണം. അവിടെ MD കസേരയിൽ ഞാനിരിക്കണം. ഇപ്പോൾ അനി അവിടെ ഉണ്ടല്ലോ. എനിക്ക് 2-3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ടെങ്കിലും എന്നെ ആ ഭാഗത്തോട്ട് പോലും ഒന്നും അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ MD കസേരയിൽ എനിക്കിരിക്കണം എന്ന് പറയണം. അപ്പം അയാൾ പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ MD നീ തന്നെയല്ലേ, നീ തന്നെയാണ് ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത് എഴുന്നേക്കാണ് പോകാൻ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ദേവയാനി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ പോകാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ദേവയാനി ചാടി എണീക്കുക. എന്നിട്ട് അനാമികയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുക, ഞെട്ടിപ്പോയിട്ട് അനാമിക്ക് പിന്നെ ശബ്ദം പോലും ഇല്ലാതാവും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താ വല്യമ്മ ഇവിടെ എന്ന് ചോദിക്കുക. അല്ല, എന്താ നീ ഇവിടെ? ഇതാരാ കൂടെയുള്ള ആൾ? നിൻ്റെ ഫ്രണ്ടാണോ? അപ്പോൾ പറയാണ്, അതെ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ നേരത്തെ മുതൽ ഒന്നിച്ച് പഠിച്ച് വളർന്നതൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പറയുകയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, എന്താ ഫ്രണ്ടുമായിട്ടൊരു കറക്കം? ചുമ്മാതല്ലല്ലോ അനാമിക അനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അനി പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ നടപ്പത്ര ശരിയല്ലെന്ന്. ഇങ്ങനെയുള്ള രീതിയിൽ പോകുന്ന കണ്ടാൽ ആരാ തെറ്റിദ്ധരിക്കാത്തത്? അനിയും നീയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിന് പറ്റുന്ന പണിയാണോ നീ കാണിക്കുന്നത്? അനന്തപുരിയിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ആരും ഇല്ല. ഇങ്ങനെയൊന്നും അവിടെ ആരും നടക്കാറുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയുന്നുണ്ട്, വല്യമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധവും ഇല്ല.
അപ്പോൾ ദേവയാനി പറയാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബന്ധത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നീ വേണ്ടെങ്കിൽ അനിയെ ഉപേക്ഷിച്ചോളൂ. എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ചതിക്കുന്നത്? അവൻ എന്തുമാത്രം നാണക്കേടുണ്ട് നീ ഇങ്ങനെ നടക്കുന്നതെന്ന് നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞു കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാണെങ്കിൽ ദേവയാനിക്ക് ഭയങ്കര കലിപ്പാണ് കേട്ടോ. ഇവള് ശരിക്കും അനിയെയും അനന്തപുരിയിലുള്ളവരെ എല്ലാം ചതിക്കായിരുന്നെന്നുള്ള വിവരം ദേവയാനിക്ക് ശരിക്കും മനസ്സിലാവുക. പക്ഷേ ദേവയാനി അത് പുറത്തേക്ക് പറയുന്നില്ല. പറഞ്ഞൊരു വലിയ വിഷയമാക്കി കഴിഞ്ഞാൽ അനാമിക പിണങ്ങി പിടിച്ച് പോവുമല്ലോ, അനിയുമായിട്ടുള്ള ബന്ധം തകരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ദേവയാനി മനസ്സിലിങ്ങനെ വയ്ക്കുക. അങ്ങനെ അവർ പോവാണ് രണ്ടുപേരും കൂടി. ദേവയാനിയാണ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ, ഇവളുടെ ചതി, ഇവൾ മഹാ ദുഷ്ടയാണ്, ഇവളാണല്ലോ എല്ലാം ചെയ്തിരിക്കുന്ന പെരുങ്കള്ളി, എന്നിട്ട് ഇപ്പോഴും ഞെളിഞ്ഞ് അനന്തപുരിയിലെ മരുമകളാണെന്ന് പറഞ്ഞ് ഇവൾ നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരു ദിവസം ഇല്ലാതാകും. അനി ഇപ്പോഴും ഒരുപാട് വിഷമിച്ചാണ് നടക്കുന്നത്. ആ പാവത്തിനെ ഇവളുടെ നിന്ന് രക്ഷിക്കണം. നന്ദു തന്നെയാണ് അനിക്ക് പറ്റിയ ഭാര്യ. ഇനി അനിക്കൊരു ബന്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നന്ദുവായിട്ട് മതി, അനാമിക വേണ്ട അനന്തപുരിയിലെ മരുമകളായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഉടനെ ഇതെല്ലാം വിളിച്ച് പറഞ്ഞാൽ അനാമിക ഇത് സമ്മതിക്കില്ല. വീട്ടിലൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും. മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് വിഷമാവും. അതുപോലെ ജാനകിയും ഇതിനെ എതിർക്കും. എന്തായാലും കുറച്ചുകൂടി കാക്കാം, അനിക്ക് ഒരു ഡിവോഴ്സൊക്കെ ഇവൾ കൊടുക്കുമായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് ഒഴിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെ ദേവയാനി ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ ദേവയാനിക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ആകെ മൊത്തം മനപ്രയാസമാണ് കേട്ടോ. ഇതൊക്കെ ആലോചിച്ചിട്ട് നയനയോട് ഇത് ചെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ നയനയോട് പറയുന്നില്ല. ദേവയാനി ഇതെല്ലാം മനസ്സിലിട്ടിങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നന്ദുവിനെ കാണാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ അനി പല പ്രാവശ്യം വിളിച്ചതിന് ശേഷവും നന്ദു ഫോൺ എടുക്കാതെ വരുമ്പോൾ വീണ്ടും നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരു വഴി വെച്ച് നന്ദുവും അനിയും തമ്മിൽ കാണുക. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അനി നിന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുത്, ശല്യപ്പെടുത്തരുത്. ഇപ്പോൾ പഴയതുപോലല്ല, ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു കസേരയിൽ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ബാലിശമായ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൊളീഗ്സ് തരുന്ന ആ ഒരു റെസ്പെക്റ്റ് അതില്ലാതാകും. അത് ദയവേത് നീ ഇല്ലാതാക്കരുതെന്ന് പറയുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, ഞാനൊരു ശല്യത്തിനായിട്ടും വന്നതല്ല, നിൻ്റെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല, നിൻ്റെ ജോലി അത് ബാധിക്കുന്ന ഒരു കാര്യങ്ങളിലും. ഞാനൊന്ന് ഫോൺ ചെയ്യുമ്പോൾ നിനക്ക് എടുത്താൽ എന്താ പ്രശ്നം, അതുകൊണ്ടല്ലേ ഞാൻ. അപ്പോൾ പറയണ എന്താ ഫോൺ എടുത്തിട്ട് സംസാരിക്കാനുള്ളത്, എന്തിനാ സംസാരിക്കുന്നത്, നമ്മൾ തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയതല്ലേ എന്ന് പറയുമ്പം അനി പറയാ, അപ്പോൾ നീ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലല്ലേ. അപ്പം നന്ദു പറയാം, ഇല്ല എടുക്കില്ല, നേരത്തെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അന്നേരം നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള രീതിയിലല്ല എല്ലാവരും കാണുന്നത്. നിനക്കൊരു ഭാര്യയുണ്ട്, നിൻ്റെ വീട്ടിലും കുടുംബത്തിലും എല്ലാം ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനിയും എൻ്റെ പുറകെ നീ വരരുത്, നീ അനാമികയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കാനീ എന്ന് പറയാണ്. പനി പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല, അനാമികയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പം നിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യ്, ദയവേത് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഇപ്പം തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം നാണക്കേടാണ് നീ കാരണം. നീ എൻ്റെ പുറകെ നടക്കുന്ന കാരണം കൊണ്ട് നിൻ്റെ വീട്ടിലുള്ളവരെല്ലാം എൻ്റെ ചേച്ചിമാരെ കുത്തി എന്തെല്ലാം പറയുന്നുണ്ട്. എന്നെ കൂടി അനന്തപുരിയിലേക്ക് കയറ്റിവിട്ട് കോടീശ്വരിയാക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണെന്നല്ലേ അവിടെ എല്ലാവരും പറയുന്നത്. ഏതായാലും അവരുടെ അഭിമാനത്തിനൊന്നും കോട്ടം തട്ടി ഞാനിങ്ങനെ ഒരു ബന്ധത്തിലേക്കൊന്നും എടുത്തു ചാടുമെന്ന് അനി വിചാരിക്കണ്ട. അതുകൊണ്ട് അനിയുടെ പാട്ടിന് പോകാൻ പറയാണ്. അനാമികയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആവ്, അതിനുശേഷം നീ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക, അല്ലാതെ എൻ്റെ പുറകെ ഇങ്ങനെ കറങ്ങി നടക്കണ്ട, നീ ദയവേത് എന്നെ വെറുതെ വിട് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഓ അപ്പം നിനക്കും ഞാനൊരു ശല്യമായി, എന്തായാലും ശല്യമായ സ്ഥിതിക്ക് ഞാൻ ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരുന്നില്ല, എന്തായാലും ഞാൻ ഒന്നിനും വരുന്നില്ല, ഇനി മരിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി അടിച്ച് വിഷമിച്ച് അവിടുന്ന് പോവാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി അടുത്തേക്ക് വരിക. ദേവയാനി ഈ അനാമികയെ കണ്ട കാര്യം ഒന്ന് അനിയോട് സംസാരിക്കണമെന്ന് ഉണ്ട്, അതുകൊണ്ട് ദേവയാനി വരികയാണ്. എന്നിട്ട് ദേവയാനി അനിയോട് പറയുന്നുണ്ട്, അനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മ എന്താണെന്ന് ചോദിക്കുമ്പം, അല്ല നീ ഒന്ന് മാറി വാ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അനി പറയാ, ഉപദേശിക്കാനായിരിക്കും, ഇനിയും അനാമികയുമായി ഞാൻ ഒത്തുചേർന്ന് പോകണമെന്ന് എന്നെ ഉപദേശിക്കാനായിരിക്കും വരുന്നത്, അതോ നന്ദുവിൻ്റെ പുറകെ നടക്കരുതെന്ന് ഉപദേശിക്കാനാണോ എന്ന് ചോദിക്കുക. ഞാൻ ഇനിയിപ്പോൾ ആരെയും ശല്യപ്പെടുത്താൻ പോകുന്നില്ല, നന്ദുവിൻ്റെ പുറകെ നടന്ന് ഞാൻ ശല്യപ്പെടുത്താനും പോകുന്നില്ല, അതുകൊണ്ട് വല്യമ്മ ആ കാര്യമൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയേ വേണ്ടാന്ന് പറയാം.
അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതല്ല നീ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നിന്നോട് പറയാനുണ്ടെന്ന് പറയുക. എന്നിട്ട് ദേവയാനി ചെന്നിട്ട് പറയുന്നുണ്ട് അനിയോട്, അനി നീ എന്നോട് പല പ്രാവശ്യവും പറഞ്ഞു അനാമികയുടെ നടപ്പത്ര ശരിയല്ലെന്നുള്ള കാര്യം. നീ പലരുടെയും കൂടെ അവളെ പാർക്കിലും ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല, അത്രയ്ക്ക് വിശ്വസിച്ചുമില്ല. കാരണം ആദർശും പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അനി വീഡിയോയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നെന്ന്. എന്നിട്ടും ഞാൻ ആദർശിനെ തള്ളിപ്പറയായിരുന്നു ചെയ്തത്. ഇത്രയും വലിയൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു നേരമ്പോക്കിന് വേണ്ടിയിട്ടായിരിക്കും അനാമിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്നോടൊരു വാശി തീർക്കാനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇപ്പം അതല്ല, കുറച്ചുകൂടെ സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ഇന്ന് കണ്ടെന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അപ്പോൾ കണ്ടല്ലോ അല്ലേ, വല്യമ്മയും കണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായില്ലേ, പിന്നെയും ഞാൻ എങ്ങനെ അവളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാ? എനിക്ക് നന്ദൂനിയായിരുന്നു നേരത്തെ മുതൽ ഇഷ്ടം. ആ ബന്ധം തന്നെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പോഴും അതൊരു മുറിവായിട്ട് എൻ്റെ മനസ്സിലുണ്ട് വല്യമ്മയെന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, മോനെ അനി നീ അഡ്ജസ്റ്റ് ചെയ്ത് അനാമികയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ നീ ഒരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കേ. പക്ഷേ നന്ദുവിനെ വെറുതെ നീ ശല്യപ്പെടുത്തണ്ട. നന്ദുവായിട്ടുള്ള ബന്ധമൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളൊക്കെ ഇനി എത്ര ആഗ്രഹിച്ചാലും നന്ദുവും അവളുടെ വീട്ടുകാരും ഒന്നും ഇത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മോനെ നന്ദുവിനെ നീ മറക്ക് എന്നൊക്കെ അനി ഉപദേശിച്ച് വിടുക. പക്ഷെ അനിയുടെ മനസ്സിൽ പിന്നെയും ഭയങ്കര വിഷമമായിട്ടാണ് അനി റൂമിലേക്ക് കയറി പോകുന്നത്. എന്താന്ന് വെച്ചാൽ വല്യമ്മ കൂടി കണ്ടില്ലേ അനാമികയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് റൂമിൽ പോയിരുന്ന് വല്ലാതെ ചിന്തിച്ച് കൂട്ടുന്ന സമയത്താണ് അനാമിക റൂമിലേക്ക് കയറി വരുന്നത്. അനാമിക റൂമിലേക്ക് കയറി വരുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ കറങ്ങിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്? എവിടെയെല്ലാം പോയി, ആരുടെയെല്ലാം കൂടെ പോയി എന്നൊക്കെ ചോദിക്കുക അങ്ങോട്ട് കയറി. അപ്പോൾ അനാമിക പറയും, ഓഹോ വല്യമ്മ വന്ന് നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ആ തള്ളയ്ക്ക് വട്ട. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആ റെസ്റ്റോറൻറ്റിലൊന്ന് പോയത് അവർ കണ്ടുപോയി. അപ്പോൾ തൊട്ട് അവർക്ക് സംശയം തുടങ്ങിയതാ. എന്നെ അവിടെ വെച്ച് കുറച്ച് ചോദ്യം ചെയ്ത് ഉപദേശിച്ചൊക്കെ വിട്ടതാ. എന്താ വന്ന് ഇപ്പം നിന്നോട് പറഞ്ഞത്? എന്തായാലും കണ്ടപ്പോഴേ തന്നെ അവർ വന്ന് നിന്നോട് പറഞ്ഞല്ലോ, ഏത് തീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആളുകളുണ്ട്. അതൊന്നും രണ്ടുമല്ല, പലരും ഉണ്ട്. എന്താ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയാ, വല്യമ്മയെ ചുമ്മാ മോശമായിട്ട് പറയരുത്. വല്യമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല. ഇപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന്. എന്നിട്ട് നീ ഇപ്പം വല്യമ്മ എന്തർത്ഥത്തിലാണ് കുറ്റം പറയുന്നത്? ഓ, ഞാൻ വല്യമ്മയും ആദർശേട്ടനെയും ഒന്നും കുറ്റം പറയുന്നില്ല. അവരുടെ മകൻ പിന്നെ നല്ല ശുദ്ധ ആത്മാവാണല്ലോ. അതുകൊണ്ടാണല്ലോ വിവാഹത്തിന് മുമ്പ് ഒരു കൊച്ചുണ്ടായത്. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം താമസിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അവർക്ക് നല്ല സാമർഥ്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അനി പറയാതെ, ഇനി വല്യമ്മയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. നീ തോന്നിവാസം നടന്നിട്ട് ഇവിടെ വന്ന് വല്യമ്മയെ കുറ്റം പറയാൻ നിൽക്കരുത്. വല്യമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് അനാമികയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചോളൂ എന്ന്. അത്ര വരെ വല്യമ്മ പറയണമെന്നുണ്ടെങ്കിൽ വല്യമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ പറയാണ് അനാമിക, പിന്നെ കണ്ടിട്ടുണ്ട്, അവർക്ക് വട്ട്. അവരുടെ മകനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അബിയുടെയും എൻ്റെയൊക്കെ കുറ്റം കണ്ടുപിടിച്ച് അവരിങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അനി പറയാം, ഞാൻ ചോദിക്കട്ടെ അനാമികയെ, നീ എനിക്കൊരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരുമോ? എനിക്ക് ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല. നിനക്കും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ നീ ഇവിടുത്തെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വത്തും പണമൊക്കെ എഴുതി തരാം. എന്നാലെങ്കിലും എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അനാമിക പറയാം, ഇല്ല നീ ഒരിക്കലുമില്ല. കുറച്ച് നാളുടെ നിന്നെ ഇങ്ങനെ ഞാനിട്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് പേപ്പറിൽ ഒപ്പിട്ട് തന്ന് നിനക്ക് ഡിവോഴ്സ് തന്നാൽ നീ അപ്പം തന്നെ ചാടി കയറി ആ നന്ദുവിനെ കെട്ടും. അവളെ വിളിച്ചിവിടെ കയറ്റാൻ നോക്കിയിരിക്കുകയല്ലേ അവളുടെ ചേച്ചിമാരും. അത് നടക്കില്ല. നീയും അവളും കൂടെ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോഴേക്കും അനി പറയാ, നിനക്കെന്താ സഹിക്കാൻ പറ്റാത്തത്? ഞാനും നന്ദു ഒന്നിച്ച് ജീവിച്ചാൽ നിനക്കെന്താ പ്രശ്നം? അപ്പോൾ പറയാണ്, എനിക്കത് പറ്റില്ല. ഞാനിനി നിന്നെ ഡിവോഴ്സ് ചെയ്താലും നീ അവൾ ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ എല്ലാ മാർഗവും ഞാൻ സ്വീകരിക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് വിഷമം വരികയാണ്. നീ അപ്പം ഡിവോഴ്സ് തരില്ല? അപ്പോൾ പറയാൻ, ഇല്ല നീ അത് വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അനി പറയാ, ഞാനങ്ങ് മരിച്ചാൽ പിന്നെ നിനക്ക് ഡിവോഴ്സ് തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഞാൻ നിന്നെ കാണിച്ചു തരാം. നന്ദുവിനും വേണ്ട, നിനക്കും വേണ്ട, മറ്റാർക്കും വേണ്ട. ആരുമില്ല ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കാൻ. എന്നെ ഇങ്ങനെ ഈ കൂട്ടിലിട്ട് നരകിപ്പിക്കുന്നതിലും നല്ലത് ഞാനെല്ലാം അങ്ങ് തീർത്ത് തരാം എന്നൊക്കെ അനി പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പം അനാമിക അതൊന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതേസമയം അനി പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുറച്ച് വിഷമൊക്കെ വാങ്ങിയിട്ട് വന്ന് അനി അത് കുടിക്കുകയാണ് ചെയ്യുന്നത്. കുടിച്ചിട്ട് വയ്യാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതൊന്നും ഇവർ കാണുന്നില്ല. അത് കഴിയുമ്പം നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും നോക്കുമ്പം ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് അനി ഇങ്ങനെ കിടക്കുകയാണ് ബോധം കിട്ട്. അപ്പോൾ പെട്ടെന്ന് അനാമിക അയ്യോ എന്നൊക്കെ വെച്ച് ചെല്ലുമ്പം ഇങ്ങനെ ബോധമില്ലാതെ അനി കിടക്കുന്ന കാണുക. അപ്പോൾ എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട് അനാമിക. അങ്ങനെ വാരി പിടിച്ച് അനിയെ എടുത്ത് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലാണ്. ഭാഗ്യത്തിന് മരിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല സീരിയസ് കണ്ടീഷനിൽ തന്നെ ICUലാവുകയാണ് അനി. അപ്പോൾ എല്ലാവരും അതിന് മുന്നിൽ വന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. നമ്മുടെ അനാമികയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നേ ഇല്ല. അവിടെ ചെന്നാൽ എല്ലാവരും കൂടെ വലിച്ചു കയറുമെന്നറിയാം. ദേവയാനിയും അതുപോലെ നയനയും
എല്ലാം അവിടെ ഹോസ്പിറ്റലിന് മുമ്പിൽ എത്തുകയാണ്. അതേസമയം നമ്മുടെ ജാനകി എത്തുന്നുണ്ട് കേട്ടോ. ജാനകി പറയാണ്, മോനെ നീ എന്തിനാ ഇത് ചെയ്തത്, എന്തിനാ മോനെ നീ ഇത് ചെയ്തത്, നിനക്ക് അനാമികയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ? ആ നന്ദു അവളെ ഓർത്തിട്ടാ നീ ഇത് ചെയ്തതെന്ന് അറിയാം. നീ എന്തിനാ അവളുടെ പുറകെ പിന്നെയും പിന്നെയും നടക്കാൻ പോയത്? അവളെ എന്തിനാ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നന്ദു കാരണം എൻ്റെ മോനിപ്പോൾ ഈ അവസ്ഥയിലായത്. അവൾ ഒരുത്തി കാരണമാണ് എന്നൊക്കെ പറയാണ് ജാനകി. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, ജാനകി അറിയാത്ത കാര്യങ്ങൾ പറയരുത്, എനിക്കൊന്ന് ബോധം വീണോട്ടെ, എന്നിട്ട് നീ അവനോട് ചോദിക്ക് എന്തിനാണ് അവൻ ഈ കടുങ്കൈ ചെയ്തതെന്ന്. നന്ദുവാണോ അവൻ്റെ ഭാര്യ അനാമികയാണോ കാരണമെന്ന്? അനാമികയെക്കുറിച്ച് നീ ചിന്തിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ ജാനകി, നീ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നയനയും നന്ദു ആണെങ്കിൽ ഈ വിവരം അറിയുമ്പം നന്ദുവിന് വിഷമം സഹിക്കാൻ വയ്യാതെ നന്ദു വീട്ടിലിരുന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ജാനകി അനാമികയുടെ കാര്യങ്ങളൊക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങുകയും അനിയുമായിട്ട് ഡിവോഴ്സിനായിട്ട് പ്രേരിപ്പിക്കുകയും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അനാമിക അത് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്